ഓക്കെ ഗേയ്സ്, ഇവിടെ ഞാനേ ടാക്സി ഡ്രൈവറായിട്ട് ജോലി ചെയ്യാനട്ടാ. ഇവിടെ പിന്നെ എന്താണാവോ, കസ്റ്റമേഴ്സ് ഒന്നും കിട്ടാലിയ. കസ്റ്റമേഴ്സ് കിട്ടിയാലാ എനിക്ക് 10 പൈസ കിട്ടുള്ളൂ. ഇന്ന് പിന്നെ ഒരു കസ്റ്റമർ പോലും കിട്ടിയില്ല. എന്തപ്പോ ചെയ്യാ? നമ്മുടെ സിറ്റിയിലെ കുറെ പേർക്ക് കാശുണ്ട്, അവർക്ക് നല്ല വണ്ടികളും ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ടാക്സ് ഒന്നും വേണ്ട. എന്തെങ്കിലും ആവട്ടെ, ഇവിടെ പിന്നെ ഞാനേ കുറെ നേരമായിട്ട് വണ്ടി ഓടിക്കുക. എന്താണാവോ, ഞാൻ ആകെ ടയേർഡായിക്കാ. ഇനിയിപ്പോൾ നമുക്ക് വീട്ടിൽ പോയിട്ട് കുറച്ചു നേരം റെസ്റ്റ് എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഡ്യൂട്ടിക്ക് ഇറങ്ങാം. ഒരു മിനിറ്റ്, അവിടെ എന്തൊരു സംഭവം ഉണ്ടല്ലോ ഗൈസ്. നിങ്ങൾ വലുതും ശ്രദ്ധിച്ചാ? ഇത് നോക്കിയേ, ഇതെന്താ സംഭവം? ടണലാണോ? അതിൻ്റെ ഉള്ളിൽ കൂടെ പോവാണോ? ഇനിയിപ്പോൾ അത് വല്ല പോർട്ടലാണോ? അതൊന്നും എനിക്കറിയില്ല ഏട്ടാ. എന്തിട്ടായാലും ഒരു കാര്യം ചെയ്യാം, നമുക്കില്ലേ ഇതിൻ്റെ അകത്ത് ഒന്ന് കയറി നോക്കാം. ഇത് മിക്കവാറും വല്ല പോർട്ടലായിരിക്കും. 3, 2, 1, ലെറ്റ്സ് ഗോ. അയ്യോ, ഇതിപ്പോൾ എന്തുണ്ടായേ? ഞാനിപ്പോൾ ഇങ്ങോട്ടേക്കാ പോണേ. എൻ്റെ അമ്മച്ചി നൈസായിട്ട് തലയിടിച്ച് വീണു. ആ ഭാഗ്യം ഒന്നും സംഭവിച്ചില്ല. അല്ല, ഇത് ഏത് സ്ഥലം? ഏയ്, ഇത് നമ്മുടെ സിറ്റി അല്ലേ? നമ്മുടെ സിറ്റി സെൻറ്റർ. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നല്ലോ. ഇവിടെ പിന്നെ എന്താണാവോ, പെട്ടെന്ന് കാലാവസ്ഥ മാറി. ഇത്രയും നേരം നല്ല വെയിലായിരുന്നേ, ഇപ്പം എന്താണാവോ? ഒരു മിനിറ്റ്, ഈ കണ്ടെയ്നർ ഇപ്പോൾ എവിടെ നിന്ന് വന്നേ? ഈ സാധനം ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നില്ല ഏട്ടാ. ഈ കണ്ടെയ്നർ ഇപ്പോഴാ വന്നേ. ഇത് പിന്നെ ലോക്കൊന്നുമല്ല, നമുക്കൊന്ന് തുറന്നു നോക്കാം ഇതിലെന്താണാവോ ഉള്ളത്. ഓക്കെ, ഞാൻ ആ കണ്ടെയ്നർ ഓപ്പൺ ആക്കി. എനിക്കിവിടെ വെപ്പൺസ് കിട്ടിയിട്ടാ. ഇഷ്ടം പോലെ വെപ്പൺസ് കിട്ടി. പിസ്റ്റള്, റൈഫിള്, RPG, സ്നൈപ്പർ, മിനി ഗൺ, സ്റ്റിക്കി ബോംബ്, എല്ലാ വെപ്പൺസും എൻ്റെ കയ്യിലുണ്ട്. ഇതൊക്കെ എന്തിനാന്ന് എനിക്കറിയില്ല. അവിടെ മുമ്പിൽ കുറച്ച് ആൾക്കാരുണ്ട്. വെയിറ്റ് എ മിനിറ്റ്, ഇത് കണ്ടിട്ട് സാധാരണ മനുഷ്യന്മാരെ പോലെ തോന്നണില്ല. ഇത് മനുഷ്യന്മാരല്ല, ഇത് സോംബിയാ. അയ്യോ, പണിപ്പാളിയാ. ഗൈസ്, നമ്മളാ പോർട്ടലിൽ കയറിയില്ലേ? ആ പോർട്ടലിൽ കയറിയപ്പോൾ നമ്മൾ ഏതൊരു സോംബീസിന്റെ വേൾഡിലാണ് വന്നേ. ഈ വേൾഡിൽ മനുഷ്യന്മാരില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടണല്ലോ. എൻ്റെ കയ്യിലാണെങ്കിൽ വണ്ടിയുമില്ല. എനിക്ക് പക്ഷേ വെപ്പൺസ് കിട്ടി. എനിക്ക് സോംബീസിനെ തീർക്കാൻ പറ്റും. മിനി ഗണ്ണൊക്കെ കയ്യിലിരിക്കണേ, അതുകൊണ്ട് കുഴപ്പമില്ല. സോംബീസ് തന്നെ ഒന്നും ചെയ്യാൻ പോണില്ല. പക്ഷെ അതും കരുതിയിട്ട് ഈ സിറ്റിയിൽ നിൽക്കണതേ ഒട്ടും സേഫ് അല്ല. നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. മുമ്പിൽ പിന്നെ വീടുണ്ട്. അത് ആക്ച്വലി സോമന്റെ വീടാണ്. സോമനപ്പോൾ ഈ വേൾഡിൽ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അവ മിക്കവാറും സോംബിയായിട്ട് മാറിയുണ്ടാവേ. ഒരു സോംബി പിന്നെ എൻ്റെ പിന്നാലെ വരുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്കതിനെ തീർത്തളയാം. ചാവടെ അങ്ങോട്ട്, ചാവ്. ദേ കിടക്കണ അവിടെ, എന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നേക്കാ. ഒരു മിനിറ്റ്, ഇവിടെ സോമനുണ്ടാ? എടാ സോമ, നീ എവിടെയാ? ഇവിടെ ഇണ്ടാ? സോമന് കേക്കാല്ലേ തോന്നുന്നുണ്ട്. ആ സോമൻ ഇവിടെ ഉണ്ടാവില്ല. എന്തിട്ടായാലും നോക്കി നോക്കാം. അവൻ ചിലപ്പോ ബാത്റൂമിലുണ്ടാവും. ബാത്റൂമിലുണ്ടാ? ഏയ്, ബാത്റൂമിലും ഇല്ല. ഇനിയിപ്പോ കിച്ചണിലുണ്ടാവോ? ഏയ്, കിച്ചണിലും കാണാനില്ല. സോമനപ്പോ വീട്ടിലില്ല. ഈ വേൾഡില് മനുഷ്യന്മാരില്ല, സോംബീസ് മാത്രമേ ഉള്ളൂ. സോമനെ എന്തിനാ അന്വേഷിക്കണേ? സോമനൊക്കെ സോംബിയായിട്ട് മാറിയുണ്ടാവും ഈ വേൾഡില്. ഓ, ഇവിടെ ഒരു വണ്ടിയുണ്ട്. ഇത് ടൊയോട്ട ഫോർച്യൂണറാ. ഹാവു, എന്തെങ്കിലും ആവട്ടെ, നമുക്കങ്ങനെ ഫൈനലി ഒരു വണ്ടി കിട്ടിയേക്കാ. പക്ഷെ അതുകൊണ്ട് കാര്യമൊന്നുമില്ല, നമുക്ക് ഈ സിറ്റി വിട്ട് പോണം. ഇവിടെ പിന്നെ അടുത്തേ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. നമുക്കപ്പോൾ നേരെ സ്റ്റേഷനിലേക്ക് പോവാം. എന്നിട്ട് വല്ല ട്രെയിനിൽ കയറി പോവാം. അതായിരിക്കും നല്ലത്. അതിനു മുൻപേ ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യട്ടാ. അതുമാത്രല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. ഇവിടെ ഇപ്പം നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ വന്നേക്കാ. ഇവിടെ എന്താണാവോ, ട്രെയിനൊന്നും കാണാനില്ല. ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ സോംബീസ് മാത്രമേ ഉള്ളൂ. ഇനി അവിടെ നിൽക്കുന്നതും ഒട്ടും സേഫ് അല്ല. ഇനിയിപ്പോൾ എങ്ങോട്ടേക്കാ പോവാ? ഇനിയിപ്പോൾ എയർപോർട്ടിൽ പോവാം.
എയർപോർട്ടിൽ വല്ല പ്ലെയിന് കിട്ടണവോ? എനിക്ക് പിന്നെ ചെറിയ പ്ലെയിൻ വേണേ. വലിയ പ്ലെയിന് കിട്ടിയിട്ട് കാര്യമില്ല. എനിക്ക് വലിയ പ്ലെയിന് ഓടിക്കാൻ അറിയില്ലേ. ചെറിയ പ്ലെയിന് മാത്രമേ ഓടിക്കാൻ അറിയുള്ളൂ. എയർപോർട്ടിലപ്പോൾ ചെറിയ പ്ലെയിന് ഉണ്ടോയെന്ന് നോക്കി നോക്കാം. ഓക്കെ, നമ്മളങ്ങനെ എയർപോർട്ടിൽ വന്നേക്കാ. ഓ, നമുക്ക് ഭാഗ്യമില്ലാട്ടാ. ഇവിടെ വലിയ പ്ലെയിന് മാത്രമേ ഉള്ളൂ. രണ്ടും വലിയ പ്ലെയിനാ. ഇവിടെ ചെറിയ പ്ലെയിനൊന്നും ഇല്ല. നൈസായിട്ട് പണിപ്പാളി. എനിക്ക് വലിയ പ്ലെയിന് ഓടിക്കാൻ അറിയില്ലേ. മിക്കവാറും കൺട്രോൾ പോകാൻ ചാൻസ് ഉണ്ട്. അല്ല, മുമ്പിൽ ഇഷ്ടം പോലെ സോംബീസ് എൻ്റെ അടുത്തേക്ക് വരുന്നു. ഒരു കാര്യം ചെയ്യാം, ഇവന്മാർ തീർത്തളയാം. ചാവ് അങ്ങോട്ട്, ചാവ്. നിങ്ങൾ എന്നെ അറ്റാക്ക് ചെയ്യാൻ പോവാണോ? നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് വേറെ കാര്യം. എൻ്റെ കയ്യിൽ മിനിഗൺ ഇരിക്കണേ. അല്ലെങ്കിലും ഇവന്മാരായിട്ട് ഫൈറ്റ് ചെയ്തിട്ടേ ഒരു കാര്യമില്ല. ഈ സോംബീസ് ഇങ്ങനെ കൂടി വരുള്ളൂ. നമുക്ക് ഇവിടുന്ന് സ്ഥലം വിടാൻ നോക്കണം. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കാർ എടുത്ത് സ്ഥലം വിടാം. അതായിരിക്കും നല്ലത്. അല്ല, ഇതിപ്പോ എന്താണ്ടായേ? ഈ കാർ സ്റ്റാർട്ട് ആവണില്ല ഗൈസ്. കാർ സ്റ്റാർട്ട് ആവണില്ല. ടൊയോട്ടയുടെ കാറല്ലേ അതിങ്ങനെ സ്റ്റാർട്ട് ആവാണ്ടിരിക്കണേ? വണ്ടിയിൽ പിന്നെ ഫുൾ ടാങ്ക് ഡീസൽ ഉണ്ട്. ടൊയോട്ടയുടെ വണ്ടി അങ്ങനെ ബ്രേക്ക് ഡൗൺ ആവാറില്ലേ? ഇതിപ്പോ എന്താണോ സംഭവിച്ചേ? വണ്ടി സ്റ്റാർട്ട് ആവണില്ല. ഇപ്പോഴാണ് ശരിക്കും പണിപ്പാളിയേ. ഇനി സോംബീസൊക്കെ എൻ്റെ പിന്നാലെ വരും. അതെ, വെയിറ്റ് എ മിനിറ്റ്. നമ്മൾ നേരത്തെ ഇങ്ങോട്ടേക്ക് വന്നതേ ഒരു പോർട്ടൽ വഴിയാ. അതേ പോർട്ടൽ വഴി തിരിച്ചു പോയാ ചിലപ്പോൾ പഴയ വേൾഡിലെത്തുണ്ടാ. എൻ്റെ വീട് പിന്നെ ഇവിടെ അടുത്താണ്. ആ വീടിനടുത്ത് ആ പോർട്ടൽ ഉണ്ടോന്ന് നോക്കി നോക്കാം. ഉണ്ടെങ്കിൽ ആ പോർട്ടലിൽ കയറി രക്ഷപ്പെടാം. ഇതെന്തത്? ഈ സോംബീസ് ഇപ്പോഴും എൻ്റെ പിന്നാലെ വരുന്നുണ്ട്. ഇവർക്ക് പിന്നെ എത്ര കിട്ടിയാലും മതിയാവില്ല. എന്നാ പിടിച്ചോ. ഇതേ കണ്ടില്ലേ, ഒരുത്തൻ തെറിച്ചു പോയി. ഉയ്. ഓക്കെ, നമ്മളങ്ങനെ വീട്ടിൽ വന്നേക്കാ. ഇവിടെ പിന്നെ എൻ്റെ കാറൊന്നും കാണാനില്ല. അതെങ്ങോട്ടേക്കാണോ പോയേ? ആ പോർട്ടൽ പിന്നെ ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ ഒന്നും നോക്കണ്ട, അതിൻ്റെ അകത്ത് കയറാം. ലെറ്റ്സ് ഗോ. അയ്യോ, ഇതെന്തത്? നമ്മൾ വീണ്ടും അടിയിലേക്ക് പോവാണല്ലോ. അയ്യോ, എൻ്റെ അമ്മച്ചി വീണ്ടും തലയിടിച്ച് വീണു. ആ ഭാഗ്യം, അപ്പോഴും ഒന്നും സംഭവിച്ചില്ല. നമ്മളെങ്ങനെ പഴയ വേൾഡിൽ വന്നേക്കാണ് കേട്ടാ. ഇതാണ് ശരിക്കുള്ള വേൾഡ്. ഇതുണ്ടില്ലേ, എൻ്റെ ഇന്നോവ കാറ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അതിപ്പോൾ ആരും അടിച്ചു മാറ്റിയിട്ടൊന്നുമില്ല. ആ പോർട്ടൽ എവിടെയാ? ആ പോർട്ടൽ പോയില്ലോ. അതിപ്പോൾ ഇവിടെ നിന്ന് കാണാല്ലേട്ടാ. അത് പോണെങ്കിൽ പോട്ടെ. പോയിട്ടും വലിയ ഉപകാരമൊന്നുമില്ലേ. ഇനിയിപ്പോൾ നമുക്കേ നമ്മുടെ ഡ്യൂട്ടി നോക്കാം. അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.